എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കുറ്റം പറയാൻ, നമ്മളെ വിമർശിക്കാൻ ചിലർ ഒരു വഴി കണ്ടെത്തുമെന്ന്? നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവും, കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറയുന്ന ഒരാൾ എപ്പോഴും ഉണ്ടാകും. അതൊരു പക്ഷേ ഒരു സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ സഹപ്രവർത്തകനായിരിക്കാം, അതും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ പെട്ട ആരെങ്കിലും ആയിരിക്കാം. അനുഭവമല്ലേ? നിങ്ങൾ ചിന്തിക്കും, ഞാനായിരിക്കുന്നതിന് എന്തിനാണ് അവരിങ്ങനെ വെറുക്കുന്നത്? ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു കാരണവുമില്ലാതെ കുറ്റപ്പെടുത്തലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയിൽ വിമർശനത്തെ എങ്ങനെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താതെ നേരിടാമെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പിന്നെ ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റാം എന്നതിനെ പറ്റിയും. വീഡിയോ മുഴുവനായും കാണുക, തീർച്ചയായും ഉപകാരപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അല്ലേ? മിക്കവാറും സമയങ്ങളിൽ ആളുകൾ നിങ്ങളുടെ കുറവുകൾ കാണുന്നത് കൊണ്ടല്ല നിങ്ങളെ വിമർശിക്കുന്നത്. പിന്നെന്താ? നിങ്ങളുടെ ധൈര്യം കാണുന്നതുകൊണ്ടാണ്. ആളുകളുണ്ടല്ലോ, അവർ ആക്രമിക്കുന്നത് അവർ രഹസ്യമായി അഡ്മയർ ചെയ്യുന്ന, ആരാധിക്കുന്ന ഒരു സംഗതിയാവും. എന്നാൽ അവർക്ക് സ്വന്തമായി അത് ചെയ്യാനുള്ള കഴിവോ ശക്തിയോ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് വിമർശനവും കുറ്റം പറച്ചിലും ഒക്കെ ആയിട്ട് പുറത്തു വരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അവർ പറയും, അത് നടക്കില്ലെന്നേ, അതൊക്കെ റിസ്ക്കിയാണ്. പിന്നെ പരാജയപ്പെട്ടു പോയ ബിസിനസ്സുകളുടെ ഉദാഹരണങ്ങളും പറഞ്ഞുതരും. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുകയാണ് എന്ന് വിചാരിക്കാം. അവരൊരുമാതിരി ആക്കിയ ചിരിയിരിക്കും. നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് വെയിറ്റൊക്കെ കുറച്ച് ബോഡി ഒന്ന് സെറ്റായെന്ന് തോന്നിയാൽ പറയും, വെറും ഷോ ഓഫ്. ഒന്നും വേണ്ട, നിങ്ങളൊരു നല്ല ഫോൺ വാങ്ങിയാൽ വെറുതെ പൈസ വേസ്റ്റ് ആക്കണം, എന്താ അതിൻ്റെ ആവശ്യം? പരിചയമില്ല ഈ ഡയലോഗുകളൊക്കെ. എന്നാൽ ഇതൊന്നും ശരിക്കും നമ്മളെക്കുറിച്ചല്ല, അവരെക്കുറിച്ച് തന്നെയാണ്. വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ്. നിങ്ങളുടെ മൂല്യത്തിൻ്റെ പ്രതിഫലനമല്ല, മറിച്ച് അവരുടെ അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പുരോഗതിയെ, നിങ്ങളുടെ നേട്ടത്തെ ആരെങ്കിലും കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ദേഷ്യത്തിൽ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് പോസ് ചെയ്തിട്ട് സ്വയം ചോദിക്കുക, ഇത് അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്തായാലും എന്നെക്കുറിച്ചല്ല, എന്നത് എഫക്റ്റ് ചെയ്യുകയുമില്ല. ഇനി ആളുകൾ നമ്മളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അത് പറയാം. ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോൾ പ്രധാനമായും 3 കെണികളിൽ ഒന്നിൽ നമ്മൾ വീഴും. അതേതൊക്കെയാണ് ആ കെണികളെന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്കാണ് റിറ്റാലിയേഷൻ, പ്രതികാരം. നമ്മളവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇത് നമുക്കൊക്കെ പറ്റുന്നൊരു കാര്യമാണ്, അല്ലേ? അവരെന്തെങ്കിലും നമ്മളെ പറയും, നമ്മൾ അതിൽ മോശമായിട്ട് എന്തെങ്കിലും തിരിച്ചു പറയും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞാൽ, അല്ലെങ്കിൽ ചെളി കൊണ്ട് തന്നെ നേരിട്ടാൽ രണ്ടുപേരുടെ മേലും ചെളിയാകും, രണ്ടുപേരും വൃത്തികേടാവും. അവരുടെ കളിയിൽ നിങ്ങൾ ചേരരുത്, അവരുടെ നിലവാരത്തിൽ നിങ്ങൾ കളിക്കാൻ പോകരുത്. അടുത്ത മിസ്റ്റേക്കാണ് നമ്മളെ തന്നെ ഓവറായിട്ട് ഡിഫെൻഡ് ചെയ്യുക, പ്രതിരോധിക്കുക. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ അമിതമായി വിശദീകരിക്കും, ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ കൊടുക്കും. ഇപ്പോൾ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ, അല്ല ഞാൻ ആക്ച്വലി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേറെ കാരണമുണ്ട്. സ്റ്റോപ്പ്. നിങ്ങളിങ്ങനെ വിശദീകരണം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ പ്രവൃത്തികളെ അവരുടെ വാക്കും കേട്ടിട്ട് ന്യായീകരിക്കേണ്ടി വരുന്ന നിമിഷം അവരുടെ വാക്കുകൾക്ക് ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ നേട്ടങ്ങൾക്ക് നിങ്ങൾ ആരോടും വിശദീകരണം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് പേടി കാരണം മിണ്ടാതിരിക്കുക. ചിലരെങ്കിലും വിചാരിക്കും അവഗണന എന്ന് പറഞ്ഞാൽ സമാധാനമാണെന്ന്. എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്താൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ നിശബ്ദത എന്ന് പറഞ്ഞാൽ അനുവാദമെന്നും അർത്ഥമുണ്ട്. ആരെങ്കിലും നിങ്ങളോട് ഡിസ്റെസ്പെക്റ്റ്ഫുൾ, അനാദരവ് കാണിക്കുകയും നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവർ വിചാരിക്കും നിങ്ങളോട് എന്ത് പറഞ്ഞാലും ചെയ്താലും കുഴപ്പമില്ല, അവരത് തുടരുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും മൗനം സമ്മതമാണെന്ന ഫീൽ അവർക്കുണ്ടാകരുത്. അതിരുകൾ നിശ്ചയിക്കുക. വലിയ മതിലുകളല്ല കേട്ടോ, ആദരവോടെ അതിരുകൾ നിശ്ചയിക്കുക. ഇനി അങ്ങനെയുള്ള വിമർശനങ്ങളോട്, കുറ്റപ്പെടുത്തലോട് ശാന്തമായി എങ്ങനെ പ്രതികരിക്കാം എന്ന് പറയാം. ചില പവർഫുൾ ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഒന്നാമത്തേതാണ്, ആരെങ്കിലും നിങ്ങളെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് എന്ന് വിചാരിക്കുക. അവരോട് പറയുക, നിങ്ങളുടെ ആശങ്കയെ അല്ലെങ്കിൽ കരുതലിനെ ഞാൻ അഭിനന്ദിക്കുന്നു, പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിലെന്ത് വന്നാലും, അത് നല്ലതായാലും ചീത്തയായാലും ഞാൻ സഹിച്ചു. അങ്ങനെ ഒരു മറുപടി പക്വത കാണിക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ അവിടെ അവർ നിർത്തുന്നു, പിന്നെ അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അടുത്തതാണ്, നിങ്ങളെ പറ്റി ആരെങ്കിലും നുണകളോ അല്ലെങ്കിൽ ഗോസിപ്പുകളോ പ്രചരിപ്പിക്കുമ്പോൾ
പാനിക് ആകരുത്, പരിഭ്രാന്തരാവരുത്. ശാന്തമായിട്ട് കൂളായിട്ട് അവരെ നേരിടുക. അവരോട് പറയുക, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് തീർത്ത് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഗോസിപ്പിനെയും അത് പറയുന്ന ആളെയും തൽക്ഷണം നിരാശനാക്കും. അടുത്തത്, ആരെങ്കിലും നിങ്ങളെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെട്ടാൽ, നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരോട് ഇങ്ങനെ പറയാം, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത് ഹ്രസ്വവും മാന്യവും എന്നാൽ ശക്തമായതുമായ ഒരു പ്രതികരണമാണ്. ഇനി ആരെങ്കിലും നിങ്ങളുടെ ലുക്കിനെയോ അല്ലെങ്കിൽ രൂപത്തെയോ ലൈഫ് സ്റ്റൈലിനെയൊക്കെ കളിയാക്കുകയാണെങ്കിൽ ശാന്തമായിട്ട് ഇങ്ങനെ പറയാം, എനിക്കുണ്ടല്ലോ ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം, പക്ഷേ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇതിലെന്ത് മാറ്റം വരുത്തും എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കണ്ണാടി നേരെ അവരുടെ നിരത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആ സംഭാഷണം ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്യാം. പറയാം, നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി, പക്ഷെ ഞാനായിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ലളിതം, ശാന്തം, ശക്തം, അല്ലേ? സത്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തെങ്കിലും നല്ല ചെയ്താൽ അതിനവരെന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങളിനി ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് പറയാൻ അവരെന്തെങ്കിലും കണ്ടെത്തും. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. ബഹുമാനിക്കപ്പെടാൻ ശ്രമിക്കുക. ഓർക്കുക, ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവരാരാണെന്നും അവരുടെ സ്വഭാവം എന്താണെന്നുമാണ്, അല്ലാതെ നിങ്ങളാരാണെന്നോ നിങ്ങളുടെ സ്വഭാവമോ അല്ല. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഇഫ് 3 people call you a camel, sure maybe check a mirror. 3 പേര് നിങ്ങളെ ഒട്ടകമെന്ന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ണാടി നോക്കുക എന്ന്. എന്നാൽ ഒരാളാണ് നിങ്ങളെ വിമർശിക്കുന്നതെങ്കിൽ ജസ്റ്റ് പുഞ്ചിരിക്കുക, മുന്നോട്ട് പോവുക. ചില അഭിപ്രായങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കുക. വെറും ഒച്ചപ്പാടിനെ ഫീഡ്ബാക്കായി തെറ്റിദ്ധരിക്കരുത്. എന്തുകൊണ്ടാണ് അവർ എന്നെ ജഡ്ജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അവർ തെറ്റാണെന്ന് തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്കെന്താണെന്ന് ചോദിക്കുക. അവിടെയാണ് യഥാർത്ഥ ശക്തി ആരംഭിക്കുന്നത്. സെൽഫ് അവെയർനെസ്സിൽ, സ്വയം അവബോധത്തിൽ. അപ്പോൾ ഇന്ന് മുതൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ തകർക്കാൻ അനുവദിക്കുന്നത് നിർത്തുക. സ്വന്തം ജീവിതത്തിൽ പോലും ശ്രദ്ധിക്കാത്ത ആളുകളെ നിങ്ങളുടെ മനസ്സിൽ വാടകയില്ലാതെ താമസിക്കാൻ അനുവദിക്കാതിരിക്കുക. ദയ കാണിക്കുക, ശാന്തത പാലിക്കുക, ഉറച്ച മനസ്സോടെ ഇരിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം ശാന്തനാകുന്നോ അത്രത്തോളം നിങ്ങളുടെ നിശബ്ദത ഉച്ചത്തിൽ മുഴങ്ങും. ഒരു ദിവസം നിങ്ങളെ പരിഹസിച്ച ആളുകൾ, പുച്ഛിച്ച് തള്ളിയ ആളുകൾ പറയും, നിങ്ങൾ വിജയിക്കുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും തെറ്റും കുറ്റവും മാത്രം പറയുന്നത് കേട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.